പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 49. ആൺകുട്ടികൾ പെൺകുട്ടികളെ എന്തെങ്കിലും ചെയ്താൽ അതപ്പോൾ തന്നെ പീഡനം, അത് ഇത് കേസൊക്കെയായി പ്രശ്നമാവും. പക്ഷേ ഇവളെ പോലെയുള്ള ഒക്കെ ആണുങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്തു വേണം? ഈ നാട്ടിൽ നിയമം രണ്ടു പേർക്കും രണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൾക്കും ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത്. അനഘ നമ്മുടെ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തു പോയത് ജിതിൻ്റെ അടുത്തേക്കാണ്, അവൾക്ക് തീർക്കാൻ. അവിടെ പോയി കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. ജിതിൻ അവൾക്ക് നല്ലത് കൊടുത്തു. പണ്ടുള്ളതും ഇപ്പോൾ ഉള്ളതും ഒക്കെ കൂടെ ചേർത്ത് നല്ല അസലായിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഞാൻ ഇങ്ങോട്ട് വന്നു. അവൾക്ക് എൻ്റെ നേർക്കും ഒരു കണ്ണുണ്ടായിരുന്നു, അതറിയാമായിരുന്നു. പക്ഷേ പ്രതികരിച്ചില്ല. ഇങ്ങനെ ഒരു അവസരം വരുമെന്ന് അറിയാമായിരുന്നു. അവളുടെ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു. അതിലില്ലാത്തതായിട്ടൊന്നുമില്ല. ജിതിൻ ഉൾപ്പെടെ ഒരു 100 പേരുടെ കോണ്ടാക്റ്റ് അതിലുണ്ട്. അതിലുള്ള എല്ലാവർക്കും അവൾ മെസ്സേജും അയച്ചിട്ടുണ്ട്. മാത്രമല്ല അതുവഴി അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നത് വേറെ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അച്ഛനോട് പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഫോൺ ഒരു തെളിവാക്കി അവളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അടങ്ങി. പിന്നെ അവളങ്ങനെ അടങ്ങി നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഷീ ഹാസ് ഹ്യൂജ് കണക്ഷൻസ്. അതൊക്കെ നോക്കാൻ ഞാൻ സൂര്യനോട് പറഞ്ഞിട്ടുണ്ട്. ഷീ വിൽ ഗെറ്റ് അറസ്റ്റഡ് ആസ് സൂൺ. അതുവരെ മാത്രമേ അവൾ അവിടെ ഉണ്ടാവൂ. ഒരു ടെമ്പററി ഷെൽട്ടർ, ആരും അറിയാതെ കുറച്ച് ദിവസം കഴിയാൻ ഒരിടം. അമ്മായിയമ്മയെയും ഭർത്താവിനെയും പരിചരിച്ച് കുറച്ച് ദിവസം അവളവിടെ കഴിയട്ടെ. കണ്ണൻ പുച്ഛിച്ചു. നീ ശ്രീദേവിനെയും സുമതിയെയും എന്താണ് ചെയ്തത് കണ്ണ? പെട്ടെന്ന് കണ്ണൻ പറഞ്ഞു നിർത്തിയപ്പോഴാണ് മനു തൻ്റെ അടുത്ത സംശയം ചോദിച്ചത്. കണ്ണൻ അതിനൊന്ന് ചിരിച്ചു. ആ ഒരു ചിരി കണ്ട് മനുവിന് പോലും ഭയം തോന്നിപ്പോയി. അവൻ്റെ ക്രൂരത നിറഞ്ഞ ചിരി. അവൻ ഇനി എഴുന്നേറ്റ് നടക്കില്ല. പാരലൈസ്ഡ് ആക്കി. പിന്നെ അവർക്ക്, അവൻ്റെ അമ്മയ്ക്ക് ഒരു സ്ലോ പോയിസൺ. വളരെ പതിയെ അവരിൽ നിന്ന് അവരുടെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോകും. അതിനനുസരിച്ച് അവരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഒരു മുഴുഭ്രാന്തി ആയേക്കാം. പക്ഷേ അതൊക്കെ അവർക്ക് വേണ്ടത് തന്നെയാണ്. 2 പേരെയും നോക്കാൻ രാഘവൻ. അയാൾ അവിടെ ഫാമിൽ ജോലി ചെയ്യും. കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ കൂടാം. ഇതിലും വലുതൊന്നും അവർക്ക് വരാനില്ല. ഓരോ നിമിഷവും മരണം ആഗ്രഹിക്കും 2 പേരും. പക്ഷേ കൊല്ലില്ല. അനുഭവിച്ച് തന്നെ തീരണം രണ്ടും. രാഘവൻ അത് കാണുകയും വേണം. സ്വന്തം ഭാര്യയും മകനും കൺമുന്നിൽ വെച്ച് നീറി ഇല്ലാതെ ആവുന്നത്. കണ്ണൻ്റെ കണ്ണുകളിൽ പകയാളി. മനു അവനെ ആശ്ചര്യത്തോടെ നോക്കി. അവനിൽ ഒരുതരം ഞെട്ടലായിരുന്നു. ഇന്നേ വരെ അവനെ ഇത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. എല്ലായ്പ്പോഴും ദേഷ്യം വരുമ്പോൾ അത് സ്വയം കൺട്രോൾ ചെയ്തു നിൽക്കുന്നവനാണ്. ഒരു പരിധിവരെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കും. അങ്ങനെ അധികമായൊന്നും പ്രകടിപ്പിക്കുന്ന സ്വഭാവവുമല്ല. ബട്ട് ഇപ്പോൾ അവനെ ഇതുവരെ കാണാത്തൊരു രൂപത്തിൽ കാണും പോലെ തോന്നി മനുവിന്. വല്ലാത്തൊരു ക്രൂരത നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും. പക്ഷെ കണ്ണ, ഇങ്ങനെയൊരു കാര്യം എന്നെങ്കിലും ആരെങ്കിലും അറിഞ്ഞ് പോലീസിൽ പറയുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആയാലോ? അതിനെക്കുറിച്ച് എനിക്കൊരു ടെൻഷനും ഇല്ല മനു. അവിടെ അങ്ങനെ 3 ജീവികൾ ജീവിക്കുന്നുണ്ടെന്നത് ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല. ആരും അവരെ അന്വേഷിച്ച് വരാനും പോകുന്നില്ല. പിന്നെ അനഘ, അവളെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും അവളായിട്ടൊന്നും പറയാത്ത വിധത്തിൽ സൂര്യൻ തന്നെ അത് കൈകാര്യം ചെയ്തോളും. കണ്ണൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള സംസാരം കേട്ടതും മനുവിനും പ്രശ്നമൊക്കെ ഉള്ളതായി തോന്നിയില്ല. ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? ഇക്കാര്യങ്ങളൊക്കെ നീ ശ്രീയോട് പറഞ്ഞോ? അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. കണ്ണൻ പറഞ്ഞതും മനു സംശയത്തോടെ അവനെ നോക്കി. ഈ ശ്രീദേവും പിന്നെ അവൻ്റെ അമ്മയും ചേർന്ന് ശ്രീയുടെ വീട്ടിൽ അവളുടെ അച്ഛനായിട്ട് വാങ്ങിയിട്ടിരുന്ന സ്ഥലവും വീടും പറമ്പും എല്ലാം സ്വന്തമാക്കിയിരുന്നു. പക്ഷെ രജിസ്ട്രേഷൻ സംബന്ധമായ എന്തോ പ്രശ്നം കൊണ്ട് അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ശ്രീദേവായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം അവർ ഗിരിപുരത്തുള്ള വീട് ഉപേക്ഷിച്ചാണ് നമ്മുടെ അവിടെയുള്ള സതിയമ്മയുടെ തറവാട്ട് വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ വീടൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഞാൻ അതെല്ലാം വൃത്തിയാക്കുന്നതിനും മറ്റുമായി ആളുകളെ ഏർപ്പാടാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാനും ശ്രീയും ഓഫീസിൽ വന്നതിനു ശേഷം നേരെ പോയത് ഗിരിപുരത്തുള്ള അവളുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തും വരെ അവൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പിന്നീട് അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഞാനായിട്ട് ഇതുവരെ അവളോടൊന്നും തെളിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞേക്ക് കണ്ണ. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കിടയിൽ ഇനി അതൊരു കരടായി വരരുത്. മനു ഗൗരവം വിടാതെ പറഞ്ഞു. കണ്ണനും അതുതന്നെയാണ് ശരിയെന്ന് അറിയാവുന്നത് കൊണ്ട് അവനും സമ്മതഭാവത്തിൽ തലയാട്ടി. മനുവിനോടെല്ലാം പറഞ്ഞുവെങ്കിലും ശ്രീദേവുമായി ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് ശ്രീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന കാര്യം മാത്രം അവൻ പറഞ്ഞില്ല. കാരണം ആ ഒരു കാര്യം ഇനി ആരും അറിഞ്ഞ് അത് അവളുടെ കാതിലേക്ക് എത്തരുത് എന്നവൻ തീരുമാനിച്ചിരുന്നു. അവളുടെ അമ്മയ്ക്ക് ആ കാര്യം അറിയാമായിരുന്നിട്ടും അവളുടെ അമ്മയായിട്ട് പോലും അവളെ അത് അറിയിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റാരും വഴി ഇനി അങ്ങനെ ഒരു കാര്യം അവൾ അറിയണ്ട എന്ന് തന്നെ കണ്ണനും തീരുമാനിച്ചു. ശ്രീയുടെ കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞു, അത് സമ്മതിച്ചു.
ഇനി നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് അവളോട് തുറന്നു പറയാൻ പോകുന്നത്? തിരികെയുള്ള യാത്രക്കിടയിൽ മനു വീണ്ടും കണ്ണനോട് ചോദിച്ചു. സമയമായി വരുന്നു. പലപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ട് അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന്. പക്ഷേ അവൾ അതെങ്ങനെ എടുക്കും, എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഏയ്, ഞാൻ നിന്റെ ആദ്യ വിവാഹത്തിനെക്കുറിച്ചല്ല ചോദിച്ചത്. നീ അവളെ കുറേ നാൾ മുന്നേ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ കാര്യം പറയുന്നില്ലേ എന്നാണ് ചോദിച്ചത്. മനു അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. അത് പറയും, വൈകാതെ തന്നെ. ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കണ്ണൻ സ്റ്റിയറിങ്ങിലൊന്ന് താളം പിടിച്ചു. മനു അതിന് ഒന്ന് അമർത്തി മൂളി. തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. കുറച്ച് ലേറ്റായി പോയിരുന്നു. മനുവിനെ അവൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷമാണ് കണ്ണൻ തിരികെ വീട്ടിലേക്ക് വന്നത്. എന്തായാലും ശ്രീയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് കണ്ണൻ അകത്തേക്ക് കയറിയത്. ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അകത്ത് TV ഓണായിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറുമ്പോൾ സോഫയിൽ തന്നെ അമ്മയും 2 മക്കളും അപ്പുറവും ഇപ്പുറവുമായിരുന്ന് TV കാണുന്നുണ്ട്. എന്തൊരഭിനയം! താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഭാവിച്ച് 3 പേരും TVയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. കണ്ണൻ ഒന്ന് ശബ്ദമുണ്ടാക്കി. പക്ഷെ ആരും നോക്കിയില്ല. ഇപ്പോൾ എന്തായാലും അത് അഭിനയം തന്നെയാണെന്ന് കണ്ണൻ ഉറപ്പായി. അമ്മ ഭക്ഷണം കഴിച്ചോ? കണ്ണൻ വളരെ ഗൗരവത്തിൽ അമ്മയെ വിളിച്ചു ചോദിച്ചു. അമ്മ മാത്രം അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അതുപോലെ തന്നെ തിരികെ TVയിലേക്ക് നോക്കി. കണ്ണനാണെങ്കിൽ ഇതെന്താണെന്ന ഭാവമായി പോയി. പിന്നെ ക്ലോക്കിലെ സമയം ഒന്ന് നോക്കി. വാവ്, സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. 3 പേരും ഇപ്പോൾ കിടക്കേണ്ട സമയമായി. അപ്പോൾ പ്ലാൻ ചെയ്ത് ഉറക്കം അളച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. പാർവതി, കണ്ണൻ അടുത്തയാളെ വിളിച്ചു. അവളും ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ണന് പന്തികേട് തോന്നാതിരുന്നില്ല. ഇപ്പോൾ ആയതിൽ പിന്നെ പെണ്ണിന് നാവൽപ്പം കൂടുതലാണ്. എന്തുണ്ടെങ്കിലും തന്നോട് ദേഷ്യം കാണിക്കാൻ ഒരു കുഴപ്പവുമില്ല. ആദ്യമൊക്കെ വായിൽ കോലിട്ട് കുത്തിയാൽ പോലും സംസാരിക്കാതിരുന്നവളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ തിരികെ ഇങ്ങോട്ട് 10 എണ്ണം പറയും. കണ്ണൻ അവളെ നോക്കി പതിയെ ഒന്ന് നേർമയായി പുഞ്ചിരിച്ചു കാണിച്ചു. അവളും അവനെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞിരുന്നു കളഞ്ഞു. പിന്നെ ഒന്നും നോക്കാതെ കണ്ണൻ സോഫയിൽ ദേവുവിൻ്റെ അരികിൽ പോയിരുന്നു. ദേവു കണ്ണനെ ഒന്ന് നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ അവൾ നേരെ പിന്നെയും TVയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതെന്താ 3 പേരും കൂടി ഇങ്ങനെ പാടത്ത് വെക്കുന്ന പ്രതിമയെ പോലെ ഇരിക്കുന്നത്? ഒന്നും മിണ്ടുന്നുമില്ല, അനങ്ങുന്നുമില്ല. ഒടുക്കം ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും കണ്ണൻ പൊട്ടിത്തെറിച്ചു. 3 പേരും അവനെ ഒരുപോലെ ഒന്ന് നോക്കി. എന്താണ്? ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ കണ്ണനും തിരികെ ചോദിച്ചു. അതുതന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. എന്താണ് നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അമ്മയും തിരികെ അതിലും ഗൗരവത്തിൽ ചോദിച്ചു. ഞാനെന്ത് ചെയ്തിട്ടാണ്? എടാ, നിന്റെ കയ്യിൽ എന്തിനാണ് ഫോൺ ഇരിക്കുന്നത്? വിളിച്ചാൽ എടുക്കില്ല. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ആരോടും പറയാതെ എങ്ങോട്ടാണ് നീ പോയത്? അമ്മ ദേഷ്യത്തിൽ ചോദിച്ചപ്പോഴാണ് കണ്ണൻ അങ്ങനെയൊരു കാര്യം ഓർത്തത്. ഫോൺ എടുത്ത് നോക്കി. 58 മിസ്ഡ് കോൾസ്. ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഇത് നീ സ്ഥിരം പറയുന്ന എക്സ്ക്യൂസ് അല്ലേ? ഇതല്ലാതെ എന്തെങ്കിലും എൻ്റെ മോന് വേറെ പറയാനുണ്ടോ? അമ്മയുടെ ശബ്ദത്തിൽ ചെറുതായി ദേഷ്യം കലർന്നിരുന്നു. പണ്ടത്തെ അധ്യാപകരുടെ ഒരു ശകാരം അതിലുണ്ടായിരുന്നു. കണ്ണൻ മിണ്ടിയില്ല. എടാ, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും പോകും മുൻപ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ. ഇവിടെ നിന്ന് ഓഫീസിലേക്കെന്ന് പറഞ്ഞിട്ടാണ് നീ ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നിങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോയിക്കൂടെ? വൈകുന്നേരം നീ സാധാരണ എത്തുന്ന സമയമായിട്ടും കാണാതെ ആവുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ തീയാണ്. നിന്നെ വിളിച്ചു നോക്കി, എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. മനുവിനെ വിളിച്ചു നോക്കി, അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. കിച്ചുവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവനാണെങ്കിലും 2 പേരും കൂടി പോയിരിക്കുകയാണ് പറഞ്ഞു. എങ്ങോട്ടാണ് പോയതെന്നറിയില്ല. എന്നാൽ 2 പേരും കൂടെ പോയി. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? തന്നിഷ്ടം കാണിക്കാൻ നടക്കുന്നു. മനുവിനാണെങ്കിൽ ഒരു തവണ ഇങ്ങനെ പറയാതെ പോയതിന് അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതാണ്. എന്നിട്ടും അത് കഴിഞ്ഞിട്ട് പോലും അവൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അമ്മ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് കണ്ണനോട് സംസാരിച്ചത്. അമ്മ, ഞാനൊന്ന് പറയട്ടെ. അത് പിന്നെ പെട്ടെന്ന്. എന്ത് പെട്ടെന്നാണ് കണ്ണാ പറയുന്നത്? പോകുന്ന വഴി അല്ലെങ്കിൽ പോകാനിറങ്ങുന്നതിന് തൊട്ടു മുൻപോ ആ വൈകുന്നേരം നീ എത്തുന്ന സമയമായപ്പോഴെങ്കിലും നിനക്ക് ഫോൺ എടുത്ത് നോക്കിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? മനുവിൻ്റെ കൂടെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ എനിക്ക് പോകാനുണ്ടായിരുന്നു, ക്ലയൻറ്റിനെ കാണാൻ. ഒരു ക്ലയൻറ്റ്? ഏത് സമയവും ഇത് തന്നെയാണ്. ഞങ്ങൾ 3 പേരും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നോട് വിളിച്ച് പറയുന്നില്ല. പോട്ടെ, അവളോടെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയിക്കൂടെ? അമ്മ പറഞ്ഞതും കണ്ണൻ്റെ നോട്ടം ശ്രീയുടെ നേർക്കായി. അവളുടെ കണ്ണുകൾ അപ്പോഴാണ് കണ്ണൻ ശ്രദ്ധിക്കുന്നത്. കരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കൺതടമെല്ലാം വീർത്തിരിക്കുകയാണ്. കണ്ണൻ നെറ്റിയിലൊന്ന് തടവി. മനഃപൂർവ്വമല്ല,
അങ്ങനെ മനുവായിട്ട് പോയപ്പോൾ പറയാൻ മറന്നുപോയി. ഓഫീസിലേക്ക് എത്തിയാൽ പിന്നെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നും. പോയപ്പോൾ വരാൻ ഇത്രയും വൈകുമെന്ന് കരുതിയതുമില്ല. പക്ഷേ തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന് കണ്ണന് മനസ്സിലായി. അവൻ അമ്മയെ ഒന്ന് നോക്കി. അമ്മയുടെ കണ്ണുകളും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിലും നിറഞ്ഞിരിക്കുകയാണ്. താൻ കാരണം അമ്മ വേദനിക്കുന്നുണ്ടോ എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഒരുതരം കുറ്റബോധം പോലെ. അവൻ സോഫയിൽ അമ്മയുടെ അടുത്തായിരുന്നു. അമ്മ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട കണ്ണാ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? എവിടെയെങ്കിലും പോകുമ്പോൾ ചോദിക്കലുമില്ല, പറയലുമില്ല. തന്നിഷ്ടം കാണിക്കുകയാണ് നീ ഇപ്പോൾ. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്നറിയാമല്ലോ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ ചോദിക്കുമ്പോൾ അതിൽ വേദനയുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ലമ്മ. അവൻ്റെ ശബ്ദം ദയനീയമായി. ചെറിയ കുട്ടികളുടെ മുഖഭാവമായിരുന്നു അവൻ അന്നേരം. ഇനി ആവർത്തിക്കില്ലെന്ന് പറയാൻ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? എന്നും ഇത് തന്നെയല്ലേ? ഞാൻ തന്നെ ഇത് എത്രാമത്തെ തവണയാണ് നിന്നോട് പറയുന്നതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അമ്മ പുരികമുയർത്തി. സത്യമായിട്ട് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് ടൈം. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കാം. ജോലി സമയത്ത് ശല്യമുണ്ടല്ലോ എന്ന് കരുതിയാണ് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചത്. പിന്നീട് അത് സൈലൻ്റ് മോഡിൽ നിന്ന് മാറ്റാൻ മറന്നുപോയി. കണ്ണൻ ദയനീയമായി പറഞ്ഞു. ഇത് അവസാനമാണ്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ അറിയാലോ എന്നെ. ഇത്രയും വലുതായെന്നൊന്നും ഞാൻ കരുതില്ല. പേരവടി വെട്ടി നല്ല തല്ല് തരും ഞാൻ നിനക്ക്. അമ്മ ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് ശ്രീക്കും ദേവുവിനും ചിരി വന്നു. ശ്രീ പക്ഷേ ആ ചിരി മുഖത്ത് വരാത്ത രീതിയിൽ പിടിച്ചു നിർത്തിയെങ്കിലും ദേവു ചിരിച്ചു പോയിരുന്നു. അവളുടെ ചിരി കേട്ട് കണ്ണൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ചിരിക്കല്ലേടി, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിനക്കും കിട്ടും. അമ്മ അവളെ നോക്കിയും കണ്ണുരുട്ടി. ഭക്ഷണം കഴിച്ചോ നീ? അമ്മയുടെ അടുത്ത ഗൗരവത്തിലുള്ള ചോദ്യം. ഇല്ല. ശ്രീക്കുട്ടി എടുത്തു തരും. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അമ്മ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മ കഴിച്ചോ? കണ്ണൻ ചോദിച്ചു. ഞാനും ദേവുവും കഴിച്ചതാണ്. നിന്റെ ഭാര്യയാണ് കഴിക്കാതിരിക്കുന്നത്. അതിനിത്തിരി ഭക്ഷണം കൊടുക്ക്. അത് പറഞ്ഞ് അമ്മ മുറിയിലേക്ക് നടന്നു. അപ്പോൾ ബൈ ബൈ കപ്പിൾസ് എന്ന് പറഞ്ഞ് ദേവുവും അവളുടെ മുറിയിലേക്ക് നടന്നു. ശ്രീ കണ്ണനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ശേഷം അടുക്കളയിലേക്ക് നടന്നു. തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് കണ്ണന് മനസ്സിലായി. അവൾ അടുക്കളയിലേക്ക് പോകുന്നത് നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കണ്ണൻ മുകളിലേക്ക് പോയി. വേഗത്തിലൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വരുമ്പോൾ ശ്രീ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കണ്ണൻ ഒന്നും മിണ്ടാതെ അവളുടെ എതിരായുള്ള കസേരയിൽ വന്നിരുന്നു. ഇടം കണ്ണാലെ അവൻ അവളെ ഒന്ന് നോക്കി. പക്ഷേ അവൾ അവനെന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും കരുതാത്ത രീതിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കണ്ണൻ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചതും ഒന്ന് ചുമച്ചു. വെറുതെ അഭിനയം. പക്ഷേ ശ്രീ അതേ നിമിഷം തന്നെ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോയി. അതെല്ലാം കഴുകി വെച്ച് അവനെ നോക്കാതെ നേരെ മുറിയിലേക്കും. അതുകൂടി കണ്ടതും കണ്ണന് എന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുപോലെ. അവൻ ഒരു കണക്കിന് എടുത്ത ഭക്ഷണം കഴിച്ചു തീർത്ത് പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം മുറിയിലേക്ക് നടന്നു. അവളെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന ചിന്തയായിരുന്നു അവനിൽ. മുറിയിലേക്ക് കയറി വരുമ്പോൾ അവൾ ബാത്റൂമിലാണ്. എങ്ങനെ പോയാലും അവൾ ബാൽക്കണിയിലേക്ക് വരുമെന്നൊരു ചിന്തയിൽ കണ്ണൻ ബാൽക്കണിയിലേക്ക് നടന്നു. ഏകദേശം 15 മിനിറ്റോളം അവൻ അവളെ കാത്ത് ബാൽക്കണിയിൽ തന്നെ ഇരുന്നു. പക്ഷേ എന്നിട്ടും അങ്ങോട്ട് അവൾ വരുന്നില്ല എന്ന് കണ്ടതും കണ്ണൻ മുറിയിലേക്ക് നടന്നു. ശ്രീ കട്ടിലിൽ കിടക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അവൾ കണ്ണടച്ച് കിടക്കുന്നതൊക്കെ ഉറക്കത്തിലല്ല എന്നത് വ്യക്തമാണ്. കണ്ണൻ്റെ മുഖം ചുളിഞ്ഞു. ബാൽക്കണിയിലേക്കുള്ള ഡോർ അടച്ചുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് നടന്നു. പാർവതി. ശബ്ദം അല്പം മയപ്പെടുത്തിക്കൊണ്ട് അവൻ അവളെ വിളിച്ചു. പക്ഷേ അവൾ കണ്ണു തുറന്നു നോക്കിയില്ല. അവൻ വിളിച്ചതിന് മറുപടി പറയുകയും ചെയ്തില്ല. പാർവതി. അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചൊന്ന് തട്ടി. ശ്രീ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കണ്ണു തുറന്നു. എന്താ? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് എനിക്ക്. അത് പറഞ്ഞ് അവൾ വീണ്ടും കണ്ണടച്ചു. പാർവതി, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കാനില്ല കണ്ണേട്ടാ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അവൾ തിരികെ അതിലും ഗൗരവത്തിൽ പറഞ്ഞു. പാർവതി, എനിക്കറിയാം തനിക്ക് ഉറക്കം വരുന്നില്ല. വെറുതെ എന്നോട് നുണ പറയാൻ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. കണ്ണനും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ശ്രീ എഴുന്നേറ്റു. എന്താ പറയാനുള്ളത്? അവളുടെ ഗൗരവത്തിലുള്ള ചോദ്യം. പാർവതി, ഐ എം സോറി. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. പെട്ടെന്ന് അങ്ങനെ പോകേണ്ടി വന്നപ്പോൾ വിളിച്ചു പറയുന്ന കാര്യമൊന്നും ഓർത്തില്ല. കണ്ണൻ നെറ്റിയിലൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. പാർവതി, താനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഇനി ആവർത്തിക്കാതെ നോക്കാം ഞാൻ. കണ്ണൻ കെഞ്ചി. പക്ഷേ എന്നിട്ടും അവളുടെ മുഖത്ത് അയവൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ദേഷ്യം തന്നെയാണ്. കഴിഞ്ഞോ?
ഞാൻ കിടക്കട്ടെ ഇനി? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് അവളുടെ ചോദ്യം. കണ്ണന് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ ഭാരം തോന്നി. മനസ്സിൽ ആകെ ഒരു പിടച്ചിൽ പോലെ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.